ശ്രീലക്ഷ്മി ഇപ്പോൾ ഒരു TV താരമായതിനാൽ അവളുടെ കയ്യിൽ പണം കാണും. ഈ അവസ്ഥയിൽ അവൾ സഹായിച്ചാൽ അവരുടെ പ്രശ്നം ഒരുവിധം പരിഹരിക്കപ്പെടുമെന്നും അവൻ പറഞ്ഞു. ശ്രീലക്ഷ്മിയോട് അവർ ചെയ്ത വഞ്ചന പാടെ മറന്ന് അവൻ നാണമില്ലാതെ ഇത് പറഞ്ഞു. മഹാദേവി വർമ്മ ഒരു മടിയും കൂടാതെ അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് ഇരുവരും ഒരുമിച്ച് ഇപ്പോൾ അവളെ കാണാൻ വന്നത്. എന്താ മുത്തശ്ശി, പെട്ടെന്ന് എന്തെങ്കിലും ആലോചനയിൽ പെട്ടുപോയോ? ശ്രീലക്ഷ്മി മുഖത്തിന് മുന്നിൽ കൈ കാണിച്ചപ്പോഴാണ് മഹാദേവിക്ക് ബോധം വന്നത്. അവരുടെ ബിസിനസ് എത്രമാത്രം അപകടത്തിലാണെന്ന് ഓർത്ത അവർ തന്റെ എല്ലാ നാണക്കേടുകളും മാറ്റിവെച്ച് നേരിട്ട് കാര്യത്തിലേക്കെത്തി. ശ്രീമോളെ, ഞാനും സിദ്ധാർത്ഥം ചേർന്ന് നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും ഞങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ് മോളെ. നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ്. നിനക്ക് മാത്രമേ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. നമ്മളൊരു കുടുംബത്തിൽപ്പെട്ടവരല്ലേ. നമ്മുടെ കമ്പനി നശിക്കുന്നത് നിനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഋഷിന് തന്റെ ചിറ്റപ്പൻ പ്രദീപ് തന്നോടും ഇതേ വാക്കുകൾ പറഞ്ഞിരുന്നതായി ഓർത്തു. അത് വിശ്വസിച്ച് താൻ പണം കൊടുത്തു. അവസാനം അവരാൽ തന്നെ അപമാനിതനായി. അതൊക്കെ ഓർത്തപ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകി. ഓ, അതാണോ കാര്യം? ഞാനും വിചാരിച്ചു പൂജയ്ക്കെന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന്. അപ്പോ നിങ്ങൾക്ക് ഇനിയും എന്റെ മോളുടെ സഹായം വേണം. അപ്പോ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ വീട്ടിലുള്ള ആളായി, അല്ലെങ്കിൽ പുറത്തും. കൊള്ളാലോ. അതുവരെ മിണ്ടാതിരുന്ന ദേവയാനിയമ്മ പരിഹസിക്കുന്ന മട്ടിൽ പറഞ്ഞു. അത് കേട്ട് മഹാദേവി വർമ്മയും സിദ്ധാർത്ഥും മറുപടി പറയാൻ കഴിയാതെ വായ അടച്ചു. അമ്മേ, മിണ്ടാതിരിക്കെ. ശ്രീലക്ഷ്മി ദേവയാനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? ഇവർ നമ്മുടെ കുടുംബത്തിലെ കാരണവരാണ്. ഞാൻ ഇവരോട് എത്ര മാന്യമായി ബഹുമാനത്തോടെയും പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അതിന് പകരം അവർ നമ്മളോട് ചെയ്തതും പെരുമാറിയതുമൊക്കെ നീ മറന്നുപോയോ? സംസാരിക്കുമ്പോൾ ദേവയാനി അമ്മയുടെ സ്വരത്തിൽ ദേഷ്യവും വിഷമവും കലർന്നിരുന്നു. അമ്മേ, അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. ഇനി അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട. അവൾ അമ്മയെ സമാധാനിപ്പിച്ചു. അവർ ചെയ്ത കാര്യങ്ങൾ അവളെ വേദനിപ്പിച്ചുവെങ്കിലും അവൾ മഹാദേവിയോട് അതൊന്നും പ്രകടിപ്പിക്കാതെ ബഹുമാനത്തോടെ തന്നെ പെരുമാറി. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും മുത്തശ്ശി? ശ്രീലക്ഷ്മി അവരോട് ചോദിച്ചു. നിന്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം പണമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചാൽ നമ്മുടെ കുടുംബം ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറും. മഹാദേവി വർമ്മ അധികാരത്തോടെ പറഞ്ഞു. അത് കേട്ടതും ശ്രീലക്ഷ്മി അവിശ്വസനീയതയോടെ അവരെ നോക്കി. ഇവരെന്ത് ഭ്രാന്താ ഈ പറയുന്നത്? ശ്രീലക്ഷ്മി അവരെ നോക്കി ചിന്തിച്ചു. ശേഷം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്? എന്റെ കയ്യിൽ പണമുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇനി എന്റെ കയ്യിൽ പണമുണ്ടെങ്കിലും ഞാനത് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീലക്ഷ്മി അവിശ്വസനീയതയോടെയും ആശ്ചര്യത്തോടെയും ചോദിച്ചു. തന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത് കാരണം ശ്രീലക്ഷ്മി അവരോട് ഒന്നിരുത്തി സംസാരിച്ചു. സത്യത്തിൽ അവർക്ക് തന്നോട് സഹായം ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീലക്ഷ്മി, നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. വെറുതെ ഞങ്ങളെ സഹായിക്കണ്ട. ആ തുകയ്ക്ക് തുല്യമായ കമ്പനി ഓഹരി ഞങ്ങൾ നിനക്ക് തരാം. മഹാദേവി പറഞ്ഞത് കേട്ട് അപ്പുറത്ത് നിന്ന ഋഷിന് ചിരി വന്നു. ശരിക്കും ഇവരെത്ര വലിയ മോശപ്പെട്ട ആൾക്കാരാണ്. അവരവളെ കബളിപ്പിച്ച് തട്ടിയെടുത്ത ഷെയറുകൾ അവൾക്ക് തന്നെ വീണ്ടും വിൽക്കാമെന്ന് പറയുന്നു. ഇവർക്ക് മനസാക്ഷി എന്നൊരു സാധനമില്ലേ? അതേസമയം മറുവശത്ത് ശ്രീലക്ഷ്മി അവരോട് ചോദിച്ചു. കമ്പനി നഷ്ടത്തിലായ അവസ്ഥയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ എന്നെ തേടി വന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഷെയറുകളുടെ മൂല്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാലോ. അവൾ സിദ്ധാർത്ഥിനെ നിസ്സംഗഭാവത്തിൽ നോക്കി ചോദിച്ചു. അസലായി ശ്രീലക്ഷ്മി. ഇവരിപ്പോഴും കരുതുന്നത് നമ്മൾ മണ്ടന്മാരാണെന്നാണ്. ദേവയാനി അമ്മയും തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. ശ്രീലക്ഷ്മിയുടെയും ദേവയാനിയുടെയും സംസാര രീതി കണ്ട് മഹാദേവിയുടെ മുഖം ചുരുങ്ങി. നീ എന്തിനാ ശ്രീലക്ഷ്മി അങ്ങനെ വിചാരിക്കുന്നത്? നീ പണം തന്നാൽ നമ്മുടെ കമ്പനിയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന്റെ ഷെയർ വാല്യൂ കൂടുമല്ലോ. ആത്മവിശ്വാസത്തോടെ മഹാദേവി വർമ്മ പറഞ്ഞു. അപ്പോ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാലും അത് തിരിച്ചു തരാൻ ഭാവമില്ല. ആ ഓഹരികൾ നമ്മുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത്. ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.
Link in description.